നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തം തന്നെയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന കാര്യം പലർക്കും അറിവുള്ളതല്ല. എന്നാൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 വെറ്റിലയാകുന്നു. ഈ 2 വെറ്റിലകളിൽ ഏതെങ്കിലും ഒരു വെറ്റില നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച്, അപ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും 2 വെറ്റിലകളിൽ ഒരു വെറ്റില തിരഞ്ഞെടുക്കുക. ഏവരും ഒരു വെറ്റില തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ കൂടി ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ എപ്പോഴും ചില ഉത്കണ്ഠകൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഈ ഉത്കണ്ഠ നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും ടെൻഷൻ പെട്ടെന്ന് അടിക്കുന്നവരാണ് നിങ്ങൾ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. കൂടാതെ ജീവിതത്തിൽ ഇപ്പോൾ പലവിധ മനക്ലേശങ്ങൾ കടന്ന് വന്നിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു. എന്നാൽ പോസിറ്റീവായ ചിന്തയും നിങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഈ നിമിഷം ഓർക്കുക. പോസിറ്റീവായ ചിന്ത വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല മനക്ലേശങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനോ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അത് പങ്കാളിയാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം. അത്തരത്തിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ, ഭാഗ്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതേപോലെ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ, ശ്രദ്ധ പുലർത്താതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ചില കാര്യങ്ങളിൽ ദോഷകരമായ ഫലങ്ങളും വന്നു ചേരാം. അതായത് ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യുന്നത് മൂലമോ അബദ്ധം പിണയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മനസ്വസ്ഥത കുറയുവാനുള്ള സാഹചര്യം തന്മൂലം സൃഷ്ടിക്കപ്പെടാം. അത് കലഹത്തിന് പോലും വഴിവയ്ക്കാം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ ക്ലേശത്തെക്കാൾ മാനസികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്ക് അലട്ടുന്നതായ അവസ്ഥ വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള, വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത് തരണം ചെയ്യുവാൻ വളരെ വേഗം നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല മോശകരമായ കാര്യങ്ങൾക്കും അഥവാ മനക്ലേശങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനക്ലേശങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എവിടെ ചെന്നാലും സ്ഥാനം ലഭിക്കുന്നതായ അവസ്ഥ അഥവാ സ്വീകാര്യത ലഭിക്കുന്നതായ അവസ്ഥ വന്നു ചേരും. മറ്റുള്ളവർ നിങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ ധനം അല്ലെങ്കിൽ ഐശ്വര്യം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത് മറ്റുള്ളവർ പോലും പറയുന്നതായ അവസ്ഥ വന്നു ചേരാം. അത്രമേൽ നിങ്ങളുടെ ഐശ്വര്യവും ഭാഗ്യവും വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ വരുന്നതായ തെറ്റായ ചില ചിന്തകൾ, കൂടാതെ ഈ സമയം അത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ
ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളും തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. നേട്ടങ്ങൾ വർദ്ധിക്കാം. വിദേശ യോഗം അഥവാ വിദേശത്തേക്കുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അത് പഠനവുമായി ബന്ധപ്പെട്ടാകാം, ജോലിയുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. അതിനായി ശ്രമങ്ങൾ കൂടി നടത്തുന്നവരാണ് എങ്കിൽ അത്തരം ശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും നേടിയെടുക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ചില ശത്രുക്കൾ നിങ്ങളുടെ കർമ്മരംഗത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിൽ മറഞ്ഞിരിക്കുന്നതായ ചില ശത്രുക്കളെ നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാനോ കണ്ടെത്തുവാനോ സാധിച്ചു എന്ന് വരാം. തീർച്ചയായും ഈ സമയം സൽക്കർമ്മങ്ങൾ അല്പം കൂടി ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. രണ്ടാമത്തെ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് വളരെയധികം ഉള്ളവരാണ് എന്ന് പറയാം. ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നവരാണ് നിങ്ങൾ, അഥവാ ജീവിതത്തിൽ വളരെയധികം ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതിനാൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈശ്വരനായി നൽകുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും കലഹങ്ങളുണ്ട്. അത് ഭാര്യാഭർത്തൃ കലഹങ്ങളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായുള്ള കലഹങ്ങളോ ആകാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും പറയാം. എന്നാൽ ഇത്തരത്തിലുള്ള കലഹങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ വളരെയധികം ശക്തി വർദ്ധിക്കുന്നതായ പല അവസരങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ അനുഭവപ്പെടുന്നതായ ദിവസങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. അത് ഈശ്വര കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പലരും നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തോൽപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധി വൈഭവത്താൽ വലിയ ഉയർച്ചകൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുന്നവരാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അനാവശ്യമായ ഭയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സ്വയം എപ്പോഴും ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നെഗറ്റീവായ പല ചിന്തകളും മനസ്സിൽ നിന്നും ഒഴിവാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിക്കുവാനും ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും ദിശാബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അർഹമായതായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ ലഭിച്ചു എന്ന് വരില്ല. അതിനാൽ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അത് മറ്റുള്ളവർക്കും സ്വയവും ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ബന്ധങ്ങളിൽ കലഹത്തിനുള്ള സാധ്യത നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല, അഥവാ തള്ളിക്കളയരുത് എന്ന് പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ക്ലേശങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാനായി സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നതായ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളോ കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്.
എന്നാൽ ഈശ്വര കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പല ശത്രുക്കളെയും തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാം. മനക്ലേശങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലിയിൽ ഉയർച്ച നേടുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതിന് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നവീകരണം അല്ലെങ്കിൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ ഭാവിക്കായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കുവാനും അത് ചെയ്യുവാനും സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ പ്രധാനമായും സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. അത്തരം കാര്യങ്ങൾ നടത്തുന്നതിലൂടെ ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അല്പം സാമ്പത്തികപരമായ ലാഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരെ അസൂയപ്പെടുത്തും വിധം വളരുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം ഈശ്വര കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഏതൊരു കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. എന്നാൽ മനോബലം അല്പം കൂടി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും ഉറപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ചില അവസരങ്ങളിൽ വന്നു ചേരാറുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി തീരും എന്ന് നിസ്സംശയം പറയാം.